അങ്ങനെ നമ്മൾ കാത്തിരുന്ന് പൂയം ദിവസം എത്തി കേട്ടോ. രാവിലെ തന്നെ അമ്പലത്തിലെത്തിയപ്പം അമ്പലമൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നേ. തൊട്ടടുത്ത് തന്നെ തായമ്പൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ കുറച്ച് നേരം കേട്ടോണ്ടിരുന്നിട്ട് പിള്ളേരെ കൊണ്ട് പിള്ളക്കവടിയൊക്കെ എടുപ്പിച്ച് അമ്പലപ്രദക്ഷിണം വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കയറി ഉപ്പുമാവും പഴവും ഒക്കെ കഴിച്ചു കേട്ടോ. എല്ലാവരും നല്ല ആസ്വദിച്ചൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉച്ചയ്ക്കുള്ള അന്നദാനത്തിന്റെ പണിയൊക്കെ തകൃതിയിൽ നടക്കുന്നുണ്ടായിരുന്നേ. ഇവിടെ താമസമായിട്ട് 4 വർഷമായെങ്കിലും നമ്മുടെ ആദ്യത്തെ പൂയായിട്ടോ. കാരണം ഞങ്ങൾ കൂർക്കഞ്ചേരി പൂയ ആഘോഷിക്കാൻ എല്ലാ വർഷവും ഏട്ടൻ്റെ വല്യമ്മയുടെ വീട്ടിലായിട്ടോ പോവാറ്. അങ്ങനെ നട്ടുച്ചയായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അന്നദാനം കഴിക്കാൻ വേണ്ടി അമ്പലത്തിലോട്ട് എത്തിയപ്പോൾ നമ്മുടെ നാട്ടുകാർ മുഴുവനും അവിടെ തന്നെ ഉണ്ടായിരുന്നേ. അങ്ങനെ കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾക്കും കിട്ടി സ്ഥലം. അങ്ങനെ ഊണുമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് പോന്നേ. അങ്ങനെ പിന്നെ രാത്രി ആയപ്പോഴേക്കും ആർപ്പുവിളികളും ആരവുമായിട്ട് ചെണ്ടമേളവും ബാൻഡുമേളവും കാവടികളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഒപ്പം തന്നെ കുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ താലിപ്പൊലി ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ നടന്ന് അമ്പലത്തിലോട്ട് എത്തിയപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ അവിടെ നിരന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അതൊക്കെ കണ്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇന്ന് അത്രയുള്ള ടാറ്റ ബൈ ബൈ.